ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മൈ ഫ്രോക്സിൽ ഞാൻ 1 വയസ്സുള്ള ഒരു കുട്ടിയുടെ മെഷർമെൻറ്റിലുള്ള ഒരു ഫ്ലവർ കട്ട് ഫ്രോക്കാണ് കാണിക്കുന്നത്. ഫ്ലവർ കട്ട് ഫ്രോക്സ് ഞാൻ ഇതിനു മുമ്പ് 1-2 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വലിയ കുട്ടികളുടെ അളവിലുള്ളതായിരുന്നു. ഈ ഫ്രോക്കിൻ്റെ അടിഭാഗം ഫ്ലവർ പോലെ വിടർന്നിരിക്കും. ചെറിയ കുട്ടികൾക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഫ്രോക്കാണിത്. അംബ്രല കട്ട് ഫ്രോക്ക് പോലെ തന്നെ ഇതിൽ ഒരു സ്കേർട്ടിൻ്റെ പോർഷനിൽ ഒരു തയ്യൽ പോലും വരുന്നില്ല. ഫ്ലവർ പോലെ വിടർന്നിരിക്കുന്ന തരത്തിലുള്ള കട്ടിംഗ് ആണ് ഇതിൻ്റെ തന്നെ ഒരു വലിയ വേർഷൻ ഞാൻ 1-2 വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളുടെ 1 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റ്സ് ചോദിച്ചുകൊണ്ട് ധാരാളം കമൻറ്റുകൾ വന്നിരുന്നു. സ്കേർട്ടിൻ്റെ ക്ലോത്താണിത്. ഇത് ശരിക്കും 34 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് തന്നെയായിരുന്നു. നമുക്ക് ആവശ്യമുള്ള നീളത്തിലേക്കും വീതിയിലേക്കും ഞാനിതിനെ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഉടുപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് 18 ഇഞ്ചാണ്. അതിൽ സ്കേർട്ടിന് 10 ഇഞ്ചും 8 ഇഞ്ച് ടോപ്പ് പോർഷനുമാണ് വരുന്നത്. വീതിയിലും 27 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു ക്ലോത്താണ് ഞാൻ സ്കേർട്ടിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ആദ്യം ലെങ്ത് വൈസ് 2ആയിട്ടിടുന്നു. അതിനുശേഷം ഈ വീതി ഭാഗം കൊണ്ട് വീണ്ടും ഒന്നുകൂടി മടക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്ക്വയർ ഷേപ്പായി ഈ ക്ലോത്ത്. ഇവിടെ 13.5 ഇഞ്ച് നീളവും ഒരു പീസിന് 13.5 ഇഞ്ച് വീതിയുമാണ് 4ആയിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ വരുന്നത്. ഇതിപ്പോൾ 4 പീസുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കൂടിയാണിത് പറയുന്നത്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ഇന്ന് നമ്മൾ പാവാടയുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും കൂടി ഏകദേശം ഒരു ഇഞ്ച് വേണ്ടി വരും. അതല്ലാണ്ട് നമ്മളിവിടെ ഈ വേസ്റ്റിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നത് എപ്പോഴും വേസ്റ്റിൻ്റെ അളവിൻ്റെ 1/6 അതാണ് ഈ സ്കേർട്ടിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കുന്ന രീതി. നമ്മൾ സ്കേർട്ടിൻ്റെ ഈ പോർഷനാണ് വേസ്റ്റിൻ്റെ ഭാഗം വെച്ചിട്ടാണ് ആദ്യം കട്ട് ചെയ്യാൻ മെഷർ ചെയ്യേണ്ടത്. വേസ്റ്റ് ഞാനിവിടെ 18 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 18 ഇഞ്ചിൻ്റെ 1/6 3 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ആദ്യം നമ്മളിതുപോലെ മെഷർ ചെയ്ത് ഈ പോർഷനിൽ നിന്നും ഈ ടിപ്പ് പോർഷനിൽ നിന്നും 3 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. ഇങ്ങനെ റൗണ്ടായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് പോവുക. ഈ 3 ഇഞ്ച് ഇതുപോലെ കർവായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. സ്കേർട്ടിൻ്റെ ലെങ്ത് ഞാനിവിടെ ഒരു 9.5 ഇഞ്ചൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ സീം അലവൻസും പിന്നെ ഇവിടുത്തെ ഈ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 13.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് താഴേക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് ആയിട്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ട അളവാണ്. 13.5 ഇഞ്ച് എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. നേരത്തെ ടോപ്പ് മാർക്ക് ചെയ്തതുപോലെ തന്നെ റൗണ്ടായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് പോവുക. തുണിയുടെ ഫുൾ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഈ ടേപ്പ് മാറിപ്പോകരുത്. മാറിപ്പോയാൽ താഴെ വ്യത്യാസം വരും. അതിനുശേഷം നമ്മൾ ഈ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കർവായി റൗണ്ടായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ കൂടി വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം തുണിയുടെ നല്ല സൈഡിലായിരിക്കരുത്. നല്ല സൈഡ് ഇവിടെയാണ്, മോശം സൈഡിൽ വേണം നമ്മൾ മെഷർമെൻറ്റൊക്കെ എടുക്കാനായിട്ട്. മാർക്ക് ചെയ്ത ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. ഈ ടോപ്പ് പോർഷനും ഇവിടെയും കട്ട് ചെയ്യുക, താഴത്തെ ഭാഗം ഇവിടെയും കട്ട് ചെയ്യുക. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇത് രണ്ടും മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് റെഡിയായി. സ്കേർട്ടിൽ ശരിക്കും ഒരു തയ്യൽ പോലും വരുന്നില്ല. കൃത്യം ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് നടുഭാഗം ഒന്നും തയ്ക്കാനില്ല. ഇതിനെ ശരിക്കും ഈ പോർഷൻ ടോപ്പിൽ വെച്ച് പിടിപ്പിക്കാനും ഈ പോർഷൻ അടിഭാഗം ഒന്നുകിലും മടക്കി തയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൈപ്പിംഗ് പോലെ എന്തെങ്കിലും വൈറ്റ് കളർ വല്ലതും വെച്ചിട്ട് വൈറ്റ് കളറിൻ്റെ ക്ലോത്ത് പൈപ്പിംഗ് ത്രെഡ് വെച്ച് തയ്ക്കാം. കാരണം ഈ റൗണ്ട് ആയതുകൊണ്ട് മടക്കി തയ്ക്കുമ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ ബിഗിനേഴ്സിനൊക്കെ അത്ര പെർഫെക്റ്റായിട്ട് മടക്കി തയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടേ അത് ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഒന്നുകിൽ അത് ലോക്ക് ചെയ്യുക, മെഷീനിൽ സിക്സാഗ് ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതുവഴി വെച്ച് മെഷീനിലടിക്കാം. ഇല്ലെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ വിടർന്ന് കിടക്കും.
ഇത് നമ്മുടെ ബാലൻസ് വന്ന ക്ലോത്താണ്. സ്കേർട്ട് വെട്ടിയതിന് ശേഷം ഒരു ഭാഗത്ത് ബാലൻസ് വന്ന ക്ലോത്താണ്. ഇതിൽ നിന്ന് നമുക്ക് ടോപ്പ് പോർഷൻ്റെ തുണിയുള്ള വെട്ടിയെടുക്കാം. ആദ്യം ഈ ക്ലോത്തിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിടുന്നു. അപ്പോൾ ടോപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് വേണ്ട അളവ്, ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഒരു 11 ഇഞ്ച് ക്ലോത്ത് എടുക്കുക. തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ച് എടുക്കുക. 11 ഇഞ്ചുള്ള 2 പീസ് രണ്ടായിട്ട് മടക്കിയിടുക. നീളം ഏകദേശം 8.5 ഇഞ്ച് നീളവുമാണ് ഉള്ള ഒരു തുണിയാണിത്. അതിനുശേഷം ഒന്നുകൂടി മടക്കിയിടുന്നു. നമ്മൾ പെറ്റിക്കോട്ടൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുറിയാത്ത ഭാഗമാണ്, ഇത് മുറിഞ്ഞ പോർഷനാണ്. ഇപ്പോൾ 4 പീസ് ക്ലോത്ത് ഉണ്ട്. മടക്കിയിട്ടതിന് ശേഷം ഈ മുറിയാത്ത ഭാഗത്ത് നിന്നും വേണം മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. ആദ്യം നമ്മൾ നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുക. നെക്കിൻ്റെ ലെങ്ത് 2 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 ഇഞ്ച് താഴത്തേക്ക്, കഴുത്തിൻ്റെ താഴത്തേക്കുള്ള നീളം. അതിനുശേഷം കഴുത്തിൻ്റെ അകലം, അതും 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. നമുക്കൊരു സ്ക്വയറായിട്ട് വരയ്ക്കാം. ഇനി അതിനുശേഷം ഷോൾഡർ വന്നിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. താഴേക്കും 4 ഇഞ്ച് തന്നെ കൈക്കുഴി മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കഴുത്തും കൈക്കുഴിയും മാർക്ക് ചെയ്തു. ഈ കൈയുടെ അളവ് നമ്മൾ മെഷർ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെസ്റ്റിൻ്റെ അളവ് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി വേസ്റ്റിൻ്റെ അളവ് താഴേക്ക് വന്നിട്ട് 4.5 ഇഞ്ചൊക്കെ, 4.5 ഇഞ്ച്, 1/2 ഇഞ്ച് കുറച്ച്, ചെസ്റ്റിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഇതിങ്ങനെ നമുക്ക് താഴേക്ക് ആം ഹോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ടായിട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ കഴുത്തും ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ അതുപോലെ വരച്ചെടുക്കുക. ഈ ലൈനിൽ കൂടി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതുവഴി കട്ട് ചെയ്യരുത്. ഈ പോർഷൻ വന്നിട്ട് ഇതുവഴി നമുക്ക് തയ്ക്കേണ്ട അളവാണ്. ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കഴുത്തും കൈയും മാത്രം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കഴുത്തും കൈയും വെട്ടിക്കഴിഞ്ഞു. ഇത് ഫ്രണ്ട് പീസും ഇത് ബാക്ക് പീസും, ഇങ്ങനെ 2 പീസ് കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഒന്നിച്ച് തയ്ച്ച് പിടിപ്പിക്കുക. ആദ്യം ഷോൾഡർ ഭാഗം കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം കഴുത്ത് മടക്കി തയ്ക്കുകയോ പൈപ്പിംഗ് ത്രെഡ് വെച്ച് തയ്ക്കുകയോ ചെയ്യാം. കൈയും അതുപോലെ തന്നെ പൈപ്പിംഗ് വെച്ച് തയ്ക്കാം. ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ പൈപ്പിംഗ് വെക്കുന്നതായിരിക്കും ഭംഗി. കഴുത്തും കൈയും തയ്ച്ചതിന് ശേഷം ഈ 2 സൈഡും കൂടി ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്കേർട്ടിൽ വെച്ച് പിടിപ്പിക്കാം. ഞാനെൻ്റെ ഷോൾഡർ ആദ്യം കൂട്ടി യോജിപ്പിച്ചു. ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്ക് പീസ്, 2 പീസ് ഒരുപോലെയാണ് ഇരിക്കുന്നത്. ബാക്ക് പീസായിട്ട് വരുന്ന ബാക്ക് പീസ് ഉദ്ദേശിക്കുന്ന ഭാഗം ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കുക, കട്ട് ചെയ്യുക. എന്നിട്ട് അതിന് നമുക്ക് സിബ് കൊടുക്കണമെങ്കിൽ സിബ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഹുക്കോ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ നമുക്ക് കഴുത്ത്, ഞാനിവിടെ വെള്ള ക്ലോത്ത് കൊണ്ട് പൈപ്പിംഗ് പോലെ ചെയ്യാനാണ്, പൈപ്പിംഗ് പോലെ ഈ വെള്ള ക്ലോത്ത് ഇതിലിങ്ങനെ വെച്ച് പിടിപ്പിച്ച് ആണ് ചെയ്യുന്നത്. കഴുത്തിൽ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട്, ക്രോസ് പീസ് വെട്ടി ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ 2ആയി മടക്കി ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ച് തയ്ക്കുക. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് താഴേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അങ്ങനെ കഴുത്തിലും കൈയുടെ പോർഷനിലും കഴുത്തിൻ്റെ പോർഷനിലും വെള്ള ക്ലോത്ത് വെച്ച് കൊടുക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ മടക്കി തയ്ക്കുകയും ചെയ്യാം. അവിടെ കഴുത്തും കൈയും പൈപ്പിംഗ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ബാക്ക് ഭാഗം ഓപ്പണിംഗ് കൊടുത്ത് ഇതുപോലെ തന്നെ ഒരു പടി വെച്ച് തയ്ച്ചിരിക്കുകയാണ്. ഇനി ബാക്ക് പോർഷൻ തയ്ക്കുന്ന മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷനുള്ളവർ അതുകൂടി ഒന്ന് കാണുക. 2 സൈഡും കൂട്ടി തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ടോപ്പിൻ്റെ തയ്യൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്കേർട്ടുമായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ടോപ്പ് തയ്ക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റാക്കി വേണം 2 സൈഡും തയ്ക്കാനായിട്ട്. കൂടാനോ കുറയാനോ പാടില്ല. 9 ഇഞ്ചാണെങ്കിൽ കൃത്യം 9 ഇഞ്ച് തന്നെ. നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ മെഷർമെൻറ്റിൽ തന്നെ ടോപ്പ് 2 സൈഡും കൂട്ടി തയ്ക്കുക. തയ്ച്ചതിന് ശേഷം ഒന്ന് അളന്ന് നോക്കുക. നമുക്ക് ഈ സ്കേർട്ടും ടോപ്പും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ടോപ്പിൻ്റെ പോർഷൻ നമ്മൾ ഇത് നല്ല സൈഡും ഇത് തിരിച്ചു ഇട്ടു, റിവേഴ്സ് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഭാഗം ഇതകം സൈഡാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് റൗണ്ടാക്കി തയ്ച്ചത് കൊണ്ട് പാവാടയ്ക്ക് വേറെ തയ്യലൊന്നുമില്ല. ഇതും റൗണ്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ച് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ടോപ്പിൻ്റെ ചീത്ത സൈഡാണ്, അകം സൈഡാണ്. എന്നിട്ട് ഈ നല്ല സൈഡിലേക്ക് പാവാട, സ്കേർട്ടിൻ്റെ നല്ല പോർഷൻ ഉള്ളിലേക്ക് കടത്തുക. ഇപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ്, സ്കേർട്ടിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഫേസ് ടു ഫേസ് ആകത്തക്ക രീതിയിൽ
ഒരു തയ്യലിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗം അര ഇഞ്ച് 1/4 ഇഞ്ച് വിട്ടിൽ തയ്ച്ചു പോവുക. വട്ടത്തിലിങ്ങനെ തയ്ച്ചെടുക്കുക, ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. ഫ്രോക്ക് താഴെയും മുകൾ ഭാഗവും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞു. ഞാനിവിടെ ഇതിൻ്റെ താഴത്തെ ഭാഗം വെള്ള തുണി കൊണ്ട് തന്നെ പൈപ്പിംഗ് കൊടുത്തിരിക്കുകയാണ്. അത് മടക്കി തയ്ച്ചാലും മതി. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ തരം ഉടുപ്പല്ലെങ്കിൽ പോലും മെഷർമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. കഴുത്തിൻ്റെയും കൈയുടെയും ഒക്കെ മെഷർമെൻറ്റ്സ് എല്ലാ ഉടുപ്പിൻ്റെയും ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന വളരെ ഈസിയായ ഒരു മെത്തേഡാണിത്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.